ഹരേ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പന് എന്തുകൊണ്ടാണ് മഞ്ചാടിക്കുരു ഇത്രയേറെ ഇഷ്ടം? ഗുരുവായൂരപ്പനും മഞ്ചാടിക്കുരുവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്കൊരു കഥ കേട്ടാലോ? പണ്ട് ഉത്തര കേരളത്തിൽ സാധുവും പരമഭക്തയുമായ ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്ത ജീവിച്ചിരുന്നു. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സദാസമയവും ഭഗവത് നാമവും ചൊല്ലിക്കൊണ്ട് ജീവിച്ചിരുന്ന ആ സാധു അമ്മയ്ക്ക് ഭഗവാനെ ഗുരുവായൂരിൽ പോയി ദർശനം നടത്തുവാനായി വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ പലതും കടന്നുപോയി. ആ അമ്മയുടെ മനസ്സിൽ എപ്പോഴും ഗുരുവായൂർ ഉണ്ണിക്കണ്ണനെ ചെന്ന് കണ്ടാൽ മാത്രം മതി എന്നുള്ളൊരു ചിന്തയോടുകൂടി ഇങ്ങനെ നടക്കുകയായിരുന്നു അമ്മ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മ തീരുമാനിച്ചു, എന്തു തന്നെയായാലും ഭഗവാനെ പോയി കാണുക തന്നെ. അവിടം വരെ യാത്ര ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി അമ്മയ്ക്കുണ്ടായിരുന്നില്ല. എങ്കിലും അമ്മ കാൽനടയായി തന്നെ ഭഗവാനെ കാണാൻ പോകാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ആ അമ്മ ചിന്തിക്കുന്നത്, കുഞ്ഞിക്കണ്ണനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ ഉണ്ണിക്ക്? അമ്മയുടെ കയ്യിലാണെങ്കിൽ കണ്ണിന് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റിയ ഒന്നും വാങ്ങിക്കാനുള്ള പൈസയുമില്ലായിരുന്നു. അങ്ങനെ അമ്മ ഇങ്ങനെ വിഷമിച്ച് ചിന്തിച്ച് നടന്നുകൊണ്ടിരിക്കെ ഒരു ദിവസം അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോകും വഴിയിലതാ നിറയെ മഞ്ചാടിക്കുരുകൾ കിടക്കുന്നു. അമ്മ ചുറ്റുപാട് നോക്കിയപ്പോൾ അതാ വലിയൊരു മഞ്ചാടി മരം, അതിന്മേൽ നിറയെ മഞ്ചാടിക്കുരുകളും. അതിൽ നിന്നും താഴെ പൊഴിഞ്ഞു വീണ് കിടക്കുന്ന ആ മഞ്ചാടിക്കുരു എല്ലാം അമ്മ പെറുക്കി വെച്ചു. അങ്ങനെ ഉണ്ണിക്കണ്ണന് കൊടുക്കാനായി അമ്മ ദിവസവും നിറയെ മഞ്ചാടിക്കുരുകൾ പെറുക്കി വെച്ചുകൊണ്ട് അത് വലിയ ഒരു കിഴിക്കെട്ടാക്കി സൂക്ഷിച്ചു. അടുത്ത ദിവസം തന്നെ ആ അമ്മ ഗുരുവായൂർക്ക് യാത്രയായി. കുറേ ദൂരം നടന്ന് വേണം ഗുരുവായൂരിലേക്ക് എത്താൻ. കുറേ ദൂരം നടന്നപ്പോൾ തന്നെ അമ്മ ക്ഷീണിതയായി. അടുത്തുള്ള പല വഴിയമ്പലങ്ങളിലും വിശ്രമിച്ച് ദിവസങ്ങളോളം യാത്ര ചെയ്ത് ആ അമ്മ ഗുരുവായൂരിലേക്ക് എത്താറായി. അപ്പോഴേക്കും ആ അമ്മ വളരെ ക്ഷീണിതയായിരുന്നു. അങ്ങനെ ദിവസങ്ങളോളം നീണ്ട യാത്രയ്ക്കൊടുവിൽ ആ സാധുവായ അമ്മ ഗുരുവായൂരിലേക്ക് എത്തിച്ചേർന്നതോ ഒരു മലയാള മാസം 1-ാം തീയതിയായിരുന്നു. അന്നാണെങ്കിലോ ഗുരുവായൂർ അമ്പലത്തിൽ വലിയ തിരക്ക്. എന്താണെന്നോ, ആ നാട്ടിലെ നാടുവാഴി ഭഗവാനെ തൊഴാനായി എത്തുന്ന ദിവസമാണെന്ന്. എല്ലാ മലയാള മാസം 1-ാം തീയതിയും നാടുവാഴി ഉണ്ണിക്കണ്ണനെ തൊഴാനായി എത്തും. ഇത്തവണത്തെ വരവിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു ആനക്കുട്ടനെ കൂടി നടയിരുത്താനായിരുന്നു നാടുവാഴിയുടെ വരവ്. വല്ലാത്ത തിരക്കായിരുന്നു ഗുരുവായൂരിൽ. അമ്മയാണെങ്കിലോ ഒരു നോക്ക് ഉണ്ണിക്കണ്ണനെ കാണാനായി എത്രയോ ദൂരം താണ്ടി വരുന്നതാണ്. ഉണ്ണിക്കണ്ണന് കൊടുക്കാനായി ആ മഞ്ചാടിക്കുരുവിൻ്റെ കിഴിക്കെട്ട് നെഞ്ചോട് ചേർത്ത് അമ്പലത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അമ്മ നടന്നു. അമ്പലത്തിലാണെങ്കിലോ വല്ലാത്ത തിരക്ക്. ആ തിക്കും തിരക്കിലും പെട്ട് ആ അമ്മ വല്ലാതെ കഷ്ടപ്പെട്ടു. ആ തിരക്കുകൾക്കിടയിലും ഉണ്ണിക്കണ്ണനെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ള ആഗ്രഹത്തിൽ ആ അമ്മ മഞ്ചാടിക്കുരുവും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് തിരക്കൊന്നും മാനിക്കാതെ മുന്നോട്ട് നീങ്ങി. അപ്പോഴാണ് നാടുവാഴിയുടേതായ ഒരു ഭടൻ വന്ന്, നിങ്ങൾ എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത് എന്ന് വളരെ ദേഷ്യത്തോടു കൂടി ചോദിച്ചുകൊണ്ട് ആ അമ്മയെ ഒരു തള്ളി. ആ തള്ളലിനിടയിൽ ആ പാവം അമ്മ നിലത്തേക്ക് തെറിച്ചു വീണു. നിലത്ത് വീണ അമ്മയുടെ കയ്യിൽ നിന്നും ആ മഞ്ചാടിക്കുരുവിൻ്റെ കിഴിക്കെട്ടും 4 പാടും ചിതറിപ്പോയി. തൻ്റെ ഉണ്ണിക്കായി കൊണ്ടുവന്ന ആ മഞ്ചാടിക്കുരു 4 പാടും ചിതറിക്കിടക്കുന്നത് കണ്ട് ആ അമ്മ നിലത്ത് കിടന്നുകൊണ്ട് തന്നെ പൊട്ടി കരയാൻ തുടങ്ങി. എൻ്റെ ഉണ്ണിക്കണ്ണാ, ഈ അമ്മ പൊന്നുണ്ണിക്കായി കൊണ്ടുവന്ന മഞ്ചാടിക്കുരുവെല്ലാം ചിതറിപ്പോയല്ലോ. ഇനി ഈ അമ്മ ഉണ്ണിക്ക് എന്തു തരാനാണ്
എന്തു ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മ അങ്ങനെ കരഞ്ഞുകൊണ്ടേയിരുന്നു. ആ സമയം നടക്കിരുത്തിയതായ ആ കുട്ടിയാന പെട്ടെന്ന് ഇടഞ്ഞു. ആനക്കുട്ടൻ ഇടഞ്ഞതോടുകൂടി അമ്പലത്തിനുള്ളിലെ ഭക്തന്മാരെല്ലാം പല സ്ഥലത്തേക്കും ചിതറിയോടി. പേടിച്ചോടിയ ഭക്തന്മാർ എങ്ങോട്ടെന്നില്ലാതെ പരക്കം പാഞ്ഞു. അതിനിടയിൽ നാടുവാഴിയാകട്ടെ ആനക്കൂട്ടൻ ഇടഞ്ഞതോടുകൂടി എങ്ങോട്ട് പോകണമെന്നറിയാതെ ഉടനെ ശ്രീകോവിലിനുള്ളിലേക്ക് ഓടിക്കയറി. പെട്ടെന്ന് തന്നെ ശ്രീകോവിലിനുള്ളിൽ നിന്നും ഒരു അശരീരി കേൾക്കാനായി. എവിടെ എൻ്റെ മഞ്ചാടിക്കുരുകൾ? എവിടെ എന്നെ കാണാൻ വന്ന ഭക്തയായ ആ അമ്മ? ആരാണ് ആ അമ്മയെ ഉപദ്രവിച്ചത്? ഇത്രയേറെ ദൂരങ്ങൾ താണ്ടി വന്ന ആ അമ്മയോളവും ആ അമ്മ എനിക്കായി സമർപ്പിക്കാൻ കൊണ്ടുവന്ന മഞ്ചാടിക്കുരുവിനോളവും വലുതായി എനിക്ക് മറ്റൊന്നുമില്ല. എത്രയും വേഗം മഞ്ചാടിക്കുരുവുമായി ആ അമ്മയെ നടക്കിലെത്തിക്കൂ. ഈ അശരീരി കേട്ട് നാടുവാഴി ഞെട്ടിപ്പോയി. എന്താണീ സംഭവമെന്ന് തിരിച്ചറിയാതെ നാടുവാഴി വേഗം തന്നെ ക്ഷേത്രം ജീവനക്കാരുടെ അടുത്തേക്ക് ഓടി. അവിടെ പോയി നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. അപ്പോഴാണ് നാടുവാഴിയുടെ ഭടന്മാരിലൊരാൾ മുന്നോട്ട് കടന്നു വന്നത്. അടിയന് തെറ്റുപറ്റിപ്പോയി. അടിയനാണ് ആ സാധുവായ അമ്മയെ തള്ളി മാറ്റിയത്. അടിയനോട് ക്ഷമിച്ചാലും. ഉടനെ തന്നെ നാടുവാഴി പറഞ്ഞു, എത്രയും വേഗം ആ അമ്മയെ കണ്ടെത്തിക്കൊണ്ട് തിരുനടക്കിലേക്ക് വന്നാലും. എല്ലാവരും കൂടെ ആ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അപ്പോൾ അതാ ആ മഞ്ചാടിക്കുരുവും കെട്ടിപ്പിടിച്ചുകൊണ്ട് എൻ്റെ കണ്ണാ എൻ്റെ കണ്ണാ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ അമ്മ. എല്ലാവരും കൂടെ ചേർന്ന് ആ അമ്മയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ചുറ്റുപാടും ചിതറിക്കിടക്കുന്ന മഞ്ചാടിക്കുരുവെല്ലാം പെറുക്കിയെടുത്ത മഞ്ചാടിക്കുരുവെല്ലാം ചേർന്ന് വലിയ ഒരു ഓട്ടുരുളിയിലാക്കിക്കൊണ്ട് ആ അമ്മയെയും കൂട്ടിച്ചേർന്ന് ഭഗവാന്റെ തിരുനടക്കിൽ ആ മഞ്ചാടിക്കുരു സമർപ്പിച്ചു. കണ്ണുകളോടെ നിറഞ്ഞ മനസ്സോടെ ആ അമ്മ ഉണ്ണിക്കണ്ണനെ കണ്ണു നിറയെ കണ്ട് നോക്കി നിന്ന് പ്രാർത്ഥിച്ചു. ഈ സമയം വിരണ്ടോടിയ ആനക്കുട്ടനുണ്ടല്ലോ വളരെ ശാന്തമായി തിരുനടക്കിൽ വന്നു നിന്നു. ഭഗവാന്റെ ഭക്തയായ ആ അമ്മയോടുള്ള വാത്സല്യത്തിൻ്റെ പ്രതീകമാണ് ഇന്നും ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ മുന്നിൽ ആ ഓട്ടുരുളിയിലെ മഞ്ചാടിക്കുരുക്കൾ. നിഷ്കളങ്കമായ ഭക്തിയോടെ എന്ത് സമർപ്പിച്ചാലും കാരുണ്യവാരിധിയായ ആ ഉണ്ണിക്കണ്ണൻ സന്തോഷത്തോടെ സ്വീകരിക്കും. എന്നിട്ട് ആ ഉണ്ണിക്കണ്ണൻ്റെ സ്നേഹം ഭക്തന് അനുഭവിച്ചറിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ ഈ മഞ്ചാടിക്കുരുവും അമ്മയുടെയും കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ കഥയിലൂടെ മഞ്ചാടിക്കുരു ഭഗവാന് എങ്ങനെയാണ് ഏറെ ഇഷ്ടമായതെന്ന് മനസ്സിലായില്ലേ? ഇതുപോലെയാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ. നിഷ്കളങ്കമായ ഭക്തിയോടെ നിറഞ്ഞ മനസ്സോടെ നിഷ്കാമമായി ഭഗവാനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് രൂപത്തിലാണ് ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതേ രൂപത്തിലും അതേ ഭാവത്തിലും ഭക്തരിലേക്ക് എത്തുന്ന കാരുണ്യമൂർത്തിയാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും നിഷ്കളങ്കമായി നിഷ്കാമമായി ഭഗവാന്റെ ഭക്തിക്ക് മാത്രമായി മനസ്സ് നിറയെ പ്രാർത്ഥിച്ചുകൊള്ളൂ. മനസ്സ് നിറയെ സ്നേഹവും ഭക്തിയുമായി ആ ഉണ്ണിക്കണ്ണൻ നമ്മളുടെ അടുത്തേക്ക് എത്തും, തീർച്ചയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു.